നമസ്കാരം. 12 ദിവസം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ സജു വീട്ടിലെത്തുമായിരുന്നു. പക്ഷേ അതിനു മുൻപേ വിധി അദ്ദേഹത്തെ നാട്ടിലെത്തിക്കുകയാണ്. എല്ലാ തവണത്തെയും പോലെ സന്തോഷത്തിൻ്റെയും ആഘോഷങ്ങളുടെയും അകമ്പടി ഈ വരവിനില്ല. ചേതനയേറ്റ ശരീരമായി ഓർമ്മകൾ മാത്രം ബാക്കിയായുള്ള ആ വരവ് ഉൾക്കൊള്ളാൻ ഇപ്പോഴും സജുവിൻ്റെ കുടുംബത്തിന് സാധിച്ചിട്ടില്ല. പെൺമക്കളുടെ ഉപരിപഠന പ്രവേശനവുമായി ബന്ധപ്പെട്ട് 24-ാം തീയതി നാട്ടിലേക്ക് വരാൻ ടിക്കറ്റ് എടുത്ത് കാത്തിരുന്ന സജു വർഗീസിന് തൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കാനായില്ല. കുവൈറ്റിൽ താമസ സ്ഥലത്തുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച അട്ടച്ചാക്കൽ ചെന്നശ്ശേരി ശാലോം വില്ല സജു വർഗീസിൻ്റെ അപ്രതീക്ഷിത വിയോഗം കുടുംബത്തെ തീരാ ദുഃഖത്തിലാഴ്ത്തി. ഇളയ മകൾ എമിലിൻ അന്ന സജു +2 പൂർത്തിയാക്കി എഞ്ചിനീയറിംഗിന് ചേരാനുള്ള തയ്യാറെടുപ്പിലാണ്. മൂത്ത മകൾ ഏഞ്ചൽ അന്ന സജു ഡിഗ്രി കഴിഞ്ഞ് ഉപരിപഠനത്തിന് ശ്രമം തുടങ്ങിയിരുന്നു. മക്കളുടെ പഠനവുമായി ബന്ധപ്പെട്ടാണ് 10 ദിവസത്തെ അവധിക്ക് നാട്ടിൽ എത്താൻ സജു തീരുമാനിച്ചത്. സജുവിൻ്റെ ഭാര്യ ബിന്ദുവിൻ്റെ സഹോദരി ഭർത്താവ് കറുകച്ചാൽ സ്വദേശി ബിനു തീ പടർന്നപ്പോൾ കെട്ടിടത്തിൽ നിന്ന് എടുത്തിച്ചാടി പരിക്കേറ്റ് ഇപ്പോഴും ചികിത്സയിലാണ്. 4ാമത്തെ നിലയിൽ നിന്നാണ് ബിനു താഴേക്ക് ചാടിയത്. ICUവിൽ തുടരുന്ന ബിനുവുമായി ബന്ധുക്കൾ സംസാരിച്ചപ്പോൾ സജുവിനെയാണ് അയാൾ ആദ്യം തിരക്കിയത്. സജു മരിച്ച വിവരം ബിനുവിനെ അറിയിച്ചിരുന്നില്ല.